ഹലോ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാവേൻ്റെ ഫീച്ചേഴ്സാണ് പഠിച്ചത്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ജാവ പോർട്ടബിൾ ആണ്, ആർക്കിടെക്ചർ ന്യൂട്രൽ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് പോസിബിൾ ആവുന്നത് ബൈറ്റ് കോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാരണമാണെന്ന് പറഞ്ഞു. നമ്മുടെ ജാവേൻ്റെ സോഴ്സ് കോഡ് കമ്പൈൽ ചെയ്തിട്ട് കിട്ടുന്ന കോഡിനാണ് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ആ ബൈറ്റ് കോഡ് ഡയറക്റ്റ്ലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് വീണ്ടും നമ്മൾ ആ ബൈറ്റ് കോഡ് ഒരു ജാവ ഇൻ്റർപ്രറ്ററിന് കൊടുക്കണം, അല്ലെങ്കിൽ JVM, ജാവ വെർച്വൽ മെഷീനിൻ്റെ അകത്തുള്ള ഇൻ്റർപ്രറ്ററാണ് അതിനെ എന്ത് ചെയ്യുക, ആ ബൈറ്റ് കോഡിലുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് തരിക. ഇങ്ങനെ ആ ജാവ വെർച്വൽ മെഷീനും ജാവ റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ സിസ്റ്റത്തിന് വേണമെങ്കിൽ ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് ഉണ്ടായിരിക്കണം, ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. യൂഷ്വലി നമ്മൾ JDK ഇൻസ്റ്റാൾ ചെയ്താൽ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഉബുണ്ടുലായാലും വിൻഡോസിലായാലും JDK ഇൻസ്റ്റാൾ ചെയ്യുക, വിച്ച് എവർ ഇസ് ദി ലേറ്റസ്റ്റ് വേർഷൻ, അത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ JRE ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. JRE software provides a runtime environment in which Java programs can be executed. Java programs execute ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ആ ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് JDK ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ജസ്റ്റ് ലൈക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് that have been fully compiled for the computer's processors. JRE software is available as both a standalone environment and a web browser plugin. JRE software നമുക്ക് സ്റ്റാൻഡ് ആയിട്ട് എൻവയൺമെൻറ്റിൽ നമ്മുടെ പ്രോഗ്രാംസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെയുള്ള JRE സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതുകൂടാതെ വെബ് ബ്രൗസർ പ്ലഗിനായിട്ട് അവൈലബിൾ ആണ്. ഈ വെബ് ബ്രൗസർ പ്ലഗിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ജാവ ആപ്ലെറ്റ്സ് റൺ ചെയ്യാനാണ്. ജാവ ആപ്ലെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ജാവേൻ്റെ കോഡ് ഒരു വെബ് സെർവറിലാണ് സ്ഥിതി ചെയ്യുക. ഓക്കെ, ജാവ കോഡ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ എ ഓർ പ്രസൻറ്റ് ഇൻ എ വെബ് സെർവർ. ആ കോഡ് നമ്മൾ വെബ് ബ്രൗസർ വഴി ഒരു URL കൊടുത്തിട്ട് അതിനുള്ള ആ റിസോഴ്സ് URL കൊടുത്തിട്ട് ആപ്ലെറ്റിൻ്റെ URL കൊടുത്തിട്ട് നമ്മൾ ആക്സസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ വെബ് സെർവറിന്ന് ആ ആപ്ലെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ ആ .class ഫയൽ whatever that gets downloaded to ആ വെബ് ബ്രൗസറിൻ്റെ മെമ്മറി ഏരിയയിലോട്ട് അത് ഡൗൺലോഡായി വന്നിട്ട് അവിടെ നിന്ന് ജാവ റൺ ടൈം എൻവയൺമെൻറ്റിൽ അത് റൺ ചെയ്യും. അങ്ങനെ ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ജാവ ആപ്ലെറ്റ്സ് റൺ ചെയ്യുള്ളൂ. ഓക്കെ, ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ആ ടെക്നോളജി ആപ്ലെറ്റ്സ് നമ്മൾ ആക്ച്വലി ജാവയിൽ അത് വെബ് സെർവറിലാണ് കിടക്കുക. ആപ്ലെറ്റ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ആർ പ്രസൻറ്റ് ഇൻ വെബ് സെർവർ. ഓക്കെ, വെബ് സെർവറിലുള്ള ആപ്ലെറ്റ്സ് എന്ത് ജാവ കോഡും .class ഫയൽസ് ആണ്, റൈറ്റ്? .class ഫയൽസ് ആണ്. അതിൽ ആ .class ഫയൽസിനോട്ടുള്ള റിക്വസ്റ്റ് നമ്മളെ വെബ് ബ്രൗസറിന് നടത്തും. ബ്രൗസറിൻ്റെ ഒരു URL കൊടുക്കും. അതായത് URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണല്ലോ. വേൾഡ് വൈഡ് കിടക്കുന്ന പല റിസോഴ്സസിനെയും നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ് URL എന്ന് പറഞ്ഞാൽ. ഓക്കെ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. വേൾഡ് വൈഡ് വെബിൽ കിടക്കുന്ന എല്ലാ റിസോഴ്സസിനും ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വെബ് പേജ് ആവാം, ഇമേജ് ആവാം, ഈ പറഞ്ഞ പോലെ ആപ്ലെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആവാം. ഓക്കെ, എന്തും ആവാം. ലൈക്ക് നിങ്ങളിപ്പം PHPയിൽ പഠിക്കുന്ന PHP സ്ക്രിപ്റ്റ് ആവാം, റൈറ്റ്? വീഡിയോ ഫയൽ ആവാം, എന്തും ആവാം. അങ്ങനെയുള്ള ആ ഏത് റിസോഴ്സിനും ഒരു യുണീക്ക് ആയിട്ടുള്ള URL ഉണ്ടാവും. ഓക്കെ, ആ URL വഴിയാണ് നമ്മൾ ആ റിസോഴ്സ് ആക്സസ് ചെയ്യുക. ഇപ്പം ഗൂഗിളിൻ്റെ സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യും, google.co.in എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യുന്ന പോലെ ദാറ്റ്സ് എ URL ആക്ച്വലി, റൈറ്റ്? HTTP എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് എപ്പോഴും കൊടുക്കും. HTTP പ്രോട്ടോക്കോൾ വഴിയാണല്ലോ വെബ് ബ്രൗസറും വെബ് സെർവറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. വേൾഡ് വൈഡ് വെബിലുള്ള ഏത് റിസോഴ്സ് ആക്സസ് ചെയ്യാനും നമ്മൾ URL കൊടുക്കും. ആ URL ഇപ്പോൾ ആപ്ലെറ്റ് ആക്സസ് ചെയ്യാനുള്ള URL ആണിതെന്ന് വിചാരിച്ചോളൂ. അത് റിക്വസ്റ്റ് ഈ വെബ് സെർവറിലോട്ട് പോകും ഈ ആപ്ലെറ്റിന് വേണ്ടിയിട്ട്. അന്നേരം വെബ് സെർവർ ആ ആപ്ലെറ്റ് നമ്മളെ വെബ് ബ്രൗസറിൽ URL കൊടുത്ത് എൻറ്റർ കൊടുക്കുമ്പം ആക്ച്വലി ആ റിക്വസ്റ്റ് എവിടെ പോകും? വെബ് സെർവറിൽ പോയിട്ട് ആ URLൻ്റെ ലാസ്റ്റ് ഫീൽഡിലായിരിക്കും യൂഷ്വലി റിസോഴ്സിൻ്റെ പേര് ഇരിക്കുക. ഏത് റിസോഴ്സാണ്, ഒന്നുകിൽ വെബ് പേജിൻ്റെ പേര്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ പേര്, അങ്ങനെയൊക്കെ. ഇവിടെ ആപ്ലെറ്റിൻ്റെ പേരായിരിക്കും. ആ ആപ്ലെറ്റിന് ഈ വെബ് സെർവർ എന്ത് ചെയ്യും, നോക്കി കണ്ടുപിടിച്ച് ആപ്ലെറ്റിന് തിരിച്ച് ആർക്ക് കൊടുക്കും? ഈ വെബ് സെർവറിന് കൊടുക്കും. ആപ്ലെറ്റ് എന്താവും, ഈ നെറ്റ്വർക്കിലൂടെ ഈ ആപ്ലെറ്റ് എവിടെ വരും? ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് എവിടെ വരും? ഇറ്റ് കംസ് ടു ദി വെബ് ബ്രൗസറിൻ്റെ മെമ്മറി ഏരിയയിലോട്ട് വരും. എന്നിട്ട് വെബ് ബ്രൗസറിൻ്റെ അകത്തുനിന്ന് അത് റൺ ചെയ്യും. അതിന് ആ വെബ് ബ്രൗസറിൻ്റെ അകത്തുനിന്ന് റൺ ചെയ്യും. ഇറ്റ്സ് എ ജാവ പ്രോഗ്രാം അല്ലേ? ഈവൻ ദോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ആപ്ലെറ്റ്, ഇറ്റ് ഇസ് എ ജാവ പ്രോഗ്രാം.
സോ ആ ജാവ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ആ വെബ് ബ്രൗസറിൽ എന്ത് കേപ്പബിലിറ്റി വേണം? ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് വേണം. ആ ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ജാവ പ്രോഗ്രാംസിന് വെബ് ബ്രൗസറിൻ്റെ അകത്തുനിന്ന് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത് ആപ്ലെറ്റ് ആണ്. ഇവിടെ ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടെക്നോളജിയാണ്. ഇങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കമ്പോണൻറ്റ്സ് വെച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് റൺ ചെയ്യും. സോ യൂഷ്വലി അതൊരു വിൻഡോസൊക്കെ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് അല്ല, വിൻഡോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലെറ്റാണ്. അതായത് GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലെറ്റ്സ് വഴി യൂഷ്വലി അതാണ് ചെയ്യുക. ആ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് യൂഷ്വലി ഈ ആപ്ലെറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് തരിക. ഓക്കെ, അത് സാധാരണ ആനിമേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഒരു ഫോം ആയിരിക്കാം, റൈറ്റ്? അങ്ങനെ ഗ്രാഫിക്കലായിട്ടുള്ള യൂസർ ഇൻ്റർഫേസസ് ആണ് യൂഷ്വലി ആപ്ലെറ്റ്സ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ് നമ്മൾ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് വെബ് ബ്രൗസറിൻ്റെ അകത്ത് പ്ലഗിൻ വേണം. ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് ഒരു പ്ലഗിൻ ആയിട്ട് വേണം. വെബ് ബ്രൗസറിൽ നമുക്ക് ഇപ്പോൾ വെബ് ബ്രൗസർ വഴി നമ്മൾ വീഡിയോ ഒരു സെർവറിലോട്ട് പോയിട്ട് നിങ്ങൾ തന്നെ യൂട്യൂബിലെല്ലാം ഉള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അതെന്തുകൊണ്ടാണ് പോസിബിൾ എന്ന് വെച്ചാൽ വെബ് ബ്രൗസറിൽ അതിൻ്റെ പ്ലഗിൻ ഉള്ളതുകൊണ്ടാണ്. വീഡിയോ കാണാൻ പറ്റുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലഗിൻ ഉണ്ട് വെബ് ബ്രൗസറിൻ്റെ അകത്ത്. പ്ലഗിൻ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, സോ അങ്ങനെയുള്ള കമ്പോണൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെബ് ബ്രൗസർ വഴി പല ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വീഡിയോസൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ വെബ് ബ്രൗസറിൽ വീഡിയോസ് ആക്സസ് ചെയ്യാനും കാണാനും വ്യൂ ചെയ്യാനും സഹായിക്കുന്ന പ്ലഗിൻസ് വേണം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ജാവ ആപ്ലെറ്റ്സ് വെബ് ബ്രൗസർ വഴി നമ്മൾ വെബ് സെർവറിൽ കിടക്കുന്ന ജാവ ആപ്ലെറ്റ്സ് ആക്സസ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ വെബ് ബ്രൗസറിൽ അതിനുള്ള പ്ലഗിൻ വേണം, ആ ജാവ പ്ലഗിൻ വേണം. ഓക്കെ, അതായത് ജാവ റൺ ടൈം എൻവയൺമെൻറ്റ് വേണം. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ജാവ ഇസ് എ വെരി പോപ്പുലർ ലാംഗ്വേജ്. പല സ്ഥലത്തും ഇപ്പോൾ ജാവ വൈഡ്ലി യൂസ്ഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് പോപ്പുലാരിറ്റി ഉണ്ട്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് മുഖ്യമായ കാരണം. ഒരു സ്ഥലത്ത് ഡെവലപ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാലും അത് ഒരു പ്രശ്നമില്ലാതെ വർക്ക് ചെയ്തോളും, ഒരു മോഡിഫിക്കേഷനും ഇല്ലാതെ വർക്ക് ചെയ്തോളും. അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ്. ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ആണെന്ന് പറയും. ബാക്ക്വേർഡ് കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ പഴയ സിസ്റ്റത്തിൽ പോലും പുതിയ വേർഷൻസ് ഓഫ് ജാവ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. പഴയ സിസ്റ്റംസിൽ പുതിയ ജാവ വേർഷൻസ് വർക്ക് ചെയ്യുന്നു. റിലയബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നാമത് JVMൻ്റെ അകത്ത് ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന ആ ഒരു എൻവയൺമെൻറ്റ് അകത്താണ് ജാവ റൺ ചെയ്യുക, ജാവ കോഡ് റൺ ചെയ്യുക, ആ ബൈറ്റ് കോഡ് റൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് സേഫ് ആണെന്ന് പറയും. ഇറ്റ് ഈസ് സെക്യൂർ ആൻഡ് റിലയബിൾ ബിക്കോസ് അവിടെ അതിൻ്റെ അകത്തുനിന്ന് റൺ ചെയ്യുമ്പം പുറത്ത് ഉള്ള മറ്റ് പ്രോഗ്രാംസിൻ്റെ മെമ്മറീൻ്റെ അകത്തുള്ള മറ്റ് പ്രോഗ്രാംസിനെ ആക്സസ് ചെയ്യാൻ അതിന് പറ്റില്ല. സോ ഇറ്റ് ഈസ് റിലയബിൾ എന്ന് പറയും. സ്പീഡ് ആൻഡ് പെർഫോമൻസ് കമ്പയർഡ് ടു ബാക്കി ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് കമ്പയർ ചെയ്യുമ്പോൾ ജാവ നല്ല സ്പീഡും പെർഫോമൻസും തരുന്നുണ്ട്. പിന്നെ ഉള്ളത് പാരലൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ധാരാളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മെയിൻലി പല സ്ഥലത്തും ഒരു സോഫ്റ്റ്വെയറിൻ്റെ കമ്പോണൻസ് ഒരു സിംഗിൾ സിസ്റ്റത്തിലിരിക്കുന്നതിന് പകരം പല സിസ്റ്റത്തിലും റിമോട്ടായിട്ടുള്ള പല സിസ്റ്റത്തിലും ഇരിക്കുന്നതിനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. സോ ഒരു ഒബ്ജക്റ്റ് ഇപ്പം സെർവർ എൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് കിടക്കുന്നത് സെർവർ ബീൻ്റെ അകത്ത് വേറൊരു ഒബ്ജക്റ്റ് കിടക്കുന്നതാണെങ്കിൽ സെർവർ എൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാം? സെർവർ ബീൻ്റെ ഒബ്ജക്റ്റിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താം. ജാവ വഴി അതൊക്കെ പോസിബിളാണ്. ഇതിനാ പറയാം ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് പറയാം. ഓക്കെ, സോ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പല കമ്പോണൻസും ഒരു സിംഗിൾ സിസ്റ്റത്തിലല്ല ഇരിക്കുന്നുണ്ടാവുക, പല സിസ്റ്റത്തിലും പല മെഷീൻസിലും ഇരിക്കുന്നുണ്ടാവും. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവും. അങ്ങനെ അത് ദേ വിൽ ബി എക്സിക്യൂട്ടിങ് ആസ് എ സിംഗിൾ ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജാണ്. ആൻഡ്രോയിഡിൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജാണ് ജാവ. ഓക്കെ, സോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ജാവ നല്ല പോപ്പുലറാണ്. പിന്നെ നമ്മൾ ജനറേഷൻസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞു. 3rd ജനറേഷൻ ലാംഗ്വേജിലാണ് ജാവ വരുന്നതെന്നൊക്കെ പറഞ്ഞു നേരത്തെ. ഐ തിങ്ക് ഐ ഹാവ് ടോക്ക്ഡ് അബൌട്ട് ദാറ്റ് ഇൻ ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, ഇനി നമ്മൾ ജാവ ആയാലും ഏത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C ആയാലും C++ ആയാലും പാസ്കൽ, ഫോർട്രാൻ ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജിൽ വരും. ഇതിൻ്റെയൊക്കെ ചില പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതൊക്കെ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനൊക്കെ ദർ ആർ പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ്. 2 categories of programming are there. Okay, one is function oriented programming and other is object oriented programming.
നമ്മൾ ഈ സിയിലൊക്കെ പഠിച്ചത് ആക്ച്വലി ഇറ്റ് വാസ് ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അങ്ങനെയും പറയും. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്നും പറയും, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ്. ഓക്കെ, സോ ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ആക്ച്വലി നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലോട്ട് വന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലോട്ട് വന്നത്. സോ ജാവ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് വരുന്നതിന് മുന്നേ നമ്മുടെ ഈ IT ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ യൂഷ്വലി നമ്മൾ പറഞ്ഞ C, ഫോർട്രാൻ, പാസ്കൽ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു? അതിൻ്റെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നത്, അതായത് C++, ജാവ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ ആദ്യം നമ്മൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, അതായത് ആദ്യത്തെ കാലഘട്ടങ്ങളിലുണ്ടായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ്, പ്രോഗ്രാമിംഗ് പാരഡൈം എന്നൊക്കെ പറയും, അതെന്തൊക്കെയായിരുന്നു എന്നാണ് പഠിക്കുന്നത്. സോ അതിൽ മെയിനായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് പാരഡൈമാണ് ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയും, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ കേസിൽ എൻറ്റയർ പ്രോഗ്രാം ഡിവൈഡഡ് ഇൻ ടു മെനി ഫങ്ഷൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്. ഓഫ് ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സാധാരണ ഒരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ എഴുതാണെങ്കിൽ നിങ്ങൾ സിയിൽ അറിയാവുന്ന ഒരു പ്രൈം നമ്പർ ആണോ അല്ലേന്ന് നോക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൺ ആണോ ഓഡ് ആണോ നോക്കണമെങ്കിൽ ചെറിയ പ്രോഗ്രാംസൊക്കെ നമുക്ക് ഫംഗ്ഷനൊന്നും ആക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇൻസ്ട്രക്ഷൻസ് വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത്. അത് ഒരു ഫങ്ഷൻസ് ആയിട്ടൊന്നും നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരുപാട് അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ട് പോകുമ്പോൾ ഇങ്ങനെ ചില സമയത്ത് വലിയ പ്രോഗ്രാംസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ പ്രോഗ്രാംസ് മാനേജ് ചെയ്യാം, പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. എന്നേരമാണ് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചോ, ലൈക്ക് ഫൈൻഡിങ് എക്സാമ്പിൾ ഇഫ് സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പോലത്തെ ഒരു സംഭവമൊക്കെ C വെച്ച് ചെയ്യുന്നതാണെങ്കിൽ സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫങ്ഷൻ, സ്റ്റുഡൻറ്റിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫങ്ഷൻ, റൈറ്റ്, പിന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫങ്ഷൻ, അങ്ങനെ പലതിനും ഓരോ ഫങ്ഷനാലിറ്റിക്കും വേണ്ടി വെവ്വേറെ ഫങ്ഷൻസ് വേണ്ടി വരും. അല്ലാതെ എല്ലാം ഒരുമിച്ച് മെയിൻ ഫംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കോഡ് മെയിൻ്റനൻസിന് വളരെ ബുദ്ധിമുട്ടാകും. അതായത് കോഡിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ പേര് മാറ്റുന്നതാണെങ്കിൽ പോലും, ഓക്കെ, ഒരു A എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടായിരുന്നു, അതിനെ നമുക്ക് B എന്ന് മാറ്റണം. എയും B എന്ന് പറഞ്ഞ വേരിയബിൾസിന് പേര് കൊടുക്കുന്നത് നല്ലൊരു രീതിയല്ല. എന്നാൽ പോലും ഞാൻ വെറുതെ എക്സാമ്പിളായിട്ട് പറയുകയാണ്. A എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പേര് B എന്ന് മാറ്റണ്ടെങ്കിൽ ആ A എന്ന് പറയുന്ന വേരിയബിൾ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ B എന്ന് മാറ്റണം. സോ ആ എൻറ്റയർ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും A എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത് ഇച്ചിരി ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ എ പ്രോഗ്രാമർ. നമ്മൾ പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഓക്കെ, കോഡ് മെയിൻ്റനൻസ്, കോഡിൻ്റെ മുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുകയെന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് വലിയ പ്രോഗ്രാംസൊക്കെ ആകുമ്പം, വളരെ ലാർജ് പ്രോഗ്രാംസൊക്കെ ആകുമ്പം. അതിന് വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തത്, പ്രോഗ്രാം ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഹലോ സർ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫങ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചായിരുന്നു അല്ലേ. അതായത് പണ്ടത്തെ രീതിയിലുള്ള പ്രോഗ്രാമിംഗ്, അതായത് പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നതിനാണ് പാരഡൈം എന്ന് പറയുന്നത്. ആ രീതിക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷേ അങ്ങനെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് കാരണമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് തിരിഞ്ഞു വന്നത്. ഓക്കെ, സോ എൻറ്റയർ പ്രോഗ്രാം ഇസ് ഡിവൈഡ് ഇൻ ടു മെനി ഫങ്ഷൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്. അതായത് നമുക്ക് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു വലിയ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്കത് മെയിൻ ഫങ്ഷൻ്റെ അകത്ത് തന്നെ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കാം. പക്ഷേ ഒരു വലിയ പ്രോഗ്രാമൊക്കെ ആയിട്ട് മാറുമ്പോൾ പലരും നമുക്ക് കോഡ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നമുക്ക് കോഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഇങ്ങനെ ഒരുപാട് വലിയ പ്രോഗ്രാംസൊക്കെ കോഡ് ചെയ്യാന്ന് വെച്ചാൽ മാനേജിങ് കോഡ് ഇസ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ എറേഴ്സ് വന്നാൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. സോ അങ്ങനെയുള്ള അതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. സോ ആ കേസിൽ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കേസിൽ ചില സമയത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് അല്ലേ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള എല്ലാ കമ്പോണൻസും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ഫങ്ഷൻസും
മോസ്റ്റ് പ്രോബബ്ലി ദേ വിൽ ബി റിലേറ്റഡ്, കുറച്ച് എന്തെങ്കിലും രീതിയിൽ റിലേറ്റഡ് ആയിരിക്കും. ഒരാൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ ചിലപ്പോൾ മറ്റൊരാൾ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ, റൈറ്റ്? സോ അങ്ങനെ ആകുമ്പം ഗ്ലോബൽ ഡേറ്റേൻ്റെ ആവശ്യമുണ്ട്. ഗ്ലോബൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ എല്ലാ ഫംഗ്ഷൻസും യൂസ് ചെയ്യാനുള്ള യൂസ് ചെയ്യുന്ന ഡേറ്റക്കാണ് ഗ്ലോബൽ ഡേറ്റ എന്ന് പറയാം. സോ നിങ്ങൾ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് നിങ്ങളൊരു ഡേറ്റ ഡിക്ലെയർ ചെയ്യാമല്ലോ നിങ്ങൾക്ക് മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് സിയിലൊക്കെ. സോ ആ ഡേറ്റക്ക് ഗ്ലോബൽ ഡേറ്റ എന്ന് പറയും, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ആക്സസ് ഫ്രം ഓൾ ദ ഫംഗ്ഷൻസ്. ഓക്കെ, സോ സി പ്രോഗ്രാമിങ്ങിലൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഗ്ലോബൽ ഡേറ്റ വരുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫംഗ്ഷൻസും ഒരേ ഗ്ലോബൽ ഡേറ്റ ആക്സസ് ചെയ്യുമ്പം ആ ഗ്ലോബൽ ഡേറ്റേൻ്റെ മുകളിൽ എന്തെങ്കിലും അതിൻ്റെ ടൈപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റം വരുത്തിയെന്ന് വെച്ചോ, ആ ഡേറ്റ സ്ട്രക്ചറിൻ്റെ മുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയതാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് കണ്ടെത്തിയിട്ട് അതിൽ ആ കറസ്പോണ്ടിങ് മാറ്റങ്ങൾ വരുത്തണം ആ ഫംഗ്ഷൻസിലൊക്കെ. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ വേരിയബിളിൻ്റെ പേര് മാറ്റുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു വേരിയബിളിൻ്റെ പേര് മാറ്റുന്നൊരു എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയാമെന്ന്. സോ മൈ വേരിയബിൾ എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് മൈ വാർന്ന് മാറ്റുന്നതാണെങ്കിൽ പോലും ആ വേരിയബിൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആ മൈ വേരിയബിൾ എന്ന വേർഡ് ഉള്ളിടക്കൊക്കെ മാറ്റി മൈ വാർന്നാക്കി മാറ്റണം, റൈറ്റ്? സോ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരും, ബിക്കോസ് നമ്മൾ ആ ഫംഗ്ഷൻ മുഴുവൻ ആ പ്രോഗ്രാം മുഴുവൻ നോക്കി കണ്ടുപിടിക്കേണ്ടി വരും ഈ മൈ വേരിയബിൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആ മൈ വേരിയബിൾ കാണുമ്പോഴൊക്കെ മൈ വേറിലോട്ട് മാറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ടി വെൻ വി ഹാവ് ഗ്ലോബൽ ഡേറ്റ. സോ ഗ്ലോബൽ ഡേറ്റ നമ്മളിപ്പോൾ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആകുമ്പോൾ ഗ്ലോബൽ ഡേറ്റ ധാരാളം യൂസ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ഫംഗ്ഷൻസ് മേ ബി ഷെയറിങ് സം ഡേറ്റ. ആൻഡ് ഹിയർ ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു പ്രൊസീജിയേഴ്സ്. ഇവിടെ നമ്മൾ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അതിലായിരുന്നു ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്ന് പറയും. ഇറ്റ് വാസ് ദ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു പ്രൊസീജിയേഴ്സ്. സോ ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ സിയിൽ ഉണ്ടാക്കുന്നതാണ് ആഡ് സ്റ്റുഡൻറ്റ് ആഡ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ സ്റ്റുഡൻറ്റ്, പിന്നെ വ്യൂ അറ്റൻഡൻസ്, ഇതൊക്കെ ആക്ച്വലി ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആണ്, അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ്. എന്താണ് ചെയ്യുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, so this is also called this type of programming is also called as top to down approach എന്ന് പറയും. അതായത് we do a decomposition, അതായത് വലിയൊരു നമ്മൾ ആദ്യം കാണുന്നത് വലിയൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ മൊത്തം കാര്യങ്ങളിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുഴുവൻ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ സീൻ്റെ അകത്തുള്ള മെയിൻ ഫംഗ്ഷനിലിരിക്കും, അല്ലേ? ഈവൻ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്താൽ പോലും, അതായത് ഒരുപാട് ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ പോലും മെയിൻ ഫംഗ്ഷൻ എന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വിളിക്കുന്നത്. ബാക്കി ഫംഗ്ഷൻസിലോട്ടുള്ള കോൾസ് പോകുന്നത്, മെത്തേഡ് കോൾസ് പോകുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുനിന്നാണല്ലോ. സോ ആ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള പ്രോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ, സോ അതിനെ നമ്മൾ ആ ഒരു അപ്രോച്ചിനെ പറയാം ടോപ്പ് ടു ഡൗൺ അപ്രോച്ച് എന്ന് പറയും. ഓക്കെ, വേർ വി ഡു സ്റ്റെപ്പ് വൈസ് ഡിസൈൻ ഓർ റിഫൈൻമെൻറ്റ്. ഈ ടോപ്പ് ടു ഡൗൺ അപ്രോച്ച് നമ്മളെപ്പോഴും ചെയ്യുന്നത് സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഡിസൈനാണ്. ആദ്യം നമ്മൾ വലിയ ഒരു സംഭവം കാണും, വലിയൊരു കൺസെപ്റ്റിൽ ആ മുഴുവൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ കാണും. എന്നിട്ട് അതിനെ നമ്മൾ പിന്നെ റിഫൈൻ ചെയ്തെടുക്കുക. Okay, so that is called decomposition. So breaking down of a system to gain insight into compositional substance. മുഴുവനായിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ ആദ്യം കൺസെപ്ച്വലൈസ് ചെയ്യുക, എന്നിട്ട് ആ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ആ സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. So that is called top to down approach. സോ ദിസ് ഈസ് സംടൈംസ് കോൾഡ് ആസ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഓൾസോ. അതായത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കളിപ്പാട്ടത്തിൻ്റെ വിഘടിച്ചിട്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റുന്ന കണ്ടിട്ടില്ലേ, റൈറ്റ്? അതിനെ തല്ലിപ്പൊളിച്ചിട്ട് അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റും. അതിനാ പറയാം റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അതായത് എന്നിട്ട് നമ്മൾ ചെറിയ കുട്ടികളായാലും നമ്മളായാലും ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം, അല്ലേ? നമുക്കൊരു കാര്യത്തിൻ്റെ ഒരു വലിയ സംഭവത്തിൻ്റെ വർക്കിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ നമ്മളുടെ ടീനേജിലൊക്കെ നമ്മളങ്ങനെ ചെയ്ത് കാണും. അത് അഴിച്ചിട്ട് നമ്മൾ നോക്കും അത് എന്താണ് ഓരോന്നൊക്കെ. യൂഷ്വലി ഓരോ കമ്പോണൻറ്റ് എന്താണെന്നൊക്കെ നോക്കും, അതെങ്ങനെയാണ് ജോഡ് ചെയ്യുന്നതെന്ന് നോക്കും, അല്ലേ? എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്നൊക്കെ നോക്കി അങ്ങനെ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും അത് ഒരു ഫങ്ഷനായിട്ട് ഒരു ഫുള്ളി ഫങ്ഷണൽ കമ്പൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും, ആ ഒരു കണക്ഷൻസൊക്കെ നോക്കി വെച്ചിട്ട്.
എന്നിട്ട് വീണ്ടും നമ്മളത് കണക്ട് ചെയ്യും. ആദ്യം അതെല്ലാം വിഘടിച്ചു വയ്ക്കും, അതെല്ലാം ബ്രേക്ക് ചെയ്യും, എന്നിട്ട് വീണ്ടും അതിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നോക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. സോ ദാറ്റ് ഇസ് കോൾഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. സോ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ടോപ്പ് ടു ഡൗൺ അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മുഴുവനായിട്ടുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ കൺസെപ്ച്വലൈസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആ സിസ്റ്റത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കും. ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മൊഡ്യൂൾസ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ. So an overview of the system is formulated, specifying but not detailing first level subsystems. അതായത് ആദ്യത്തെ ആ ഒരു ആദ്യത്തെ ആ ഫസ്റ്റ് ലെവൽ സബ്സിസ്റ്റംസ് മാത്രം. പക്ഷേ അതിൻ്റെ സ്പെസിഫിക്കേഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ, ഡീറ്റെയിൽസ് കൊടുക്കില്ല. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയും, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പറയില്ല. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയും. പക്ഷേ അത് ഓരോന്നും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, അതിന് ഓരോന്നും എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല. ദാറ്റ് ഇസ് കോൾഡ് ടോപ്പ് ടു ഡൗൺ അപ്രോച്ച്. സോ ഈ സബ്സിസ്റ്റം പിന്നെ എന്ത് ചെയ്യുക, ഓരോ ആ വലിയ സബ്സിസ്റ്റത്തിനെ നമ്മൾ ഇൻഡിവിജ്വൽ സബ്സിസ്റ്റംസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ്, അത് ജനറലി ഔട്ട്വേർഡ്ലി എന്താ ചെയ്യുന്നതെന്ന് പറയുന്നെങ്കിലും ഇൻറ്റേർണലി അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കില്ല. പിന്നെ നമ്മൾ ഓരോ സബ്സിസ്റ്റം എടുത്തിട്ട് പിന്നെ അതിനെ വീണ്ടും വേറെയും സബ്സിസ്റ്റംസ് ചൈൽഡ് സബ്സിസ്റ്റംസ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കും. എന്നിട്ട് അങ്ങനെ നോക്കി അവസാനം നമ്മൾ ലോവസ്റ്റ് ലെവലിലെത്തും. ലോവസ്റ്റ് ലെവലിലെത്തുമ്പോൾ നമ്മൾ നല്ല ഡീറ്റെയിൽസിലോട്ട് പോകും. ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസും എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്, സ്മോൾ കമ്പോണൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് ബേസ് എലിമെൻറ്റ്സ്. ആ സ്മോൾ കമ്പോണൻസിനെ ബേസ് എലിമെൻറ്റ്സ് പറയും. സോ ഇനീഷ്യലി വി ഹാവ് ബ്ലാക്ക് ബോക്സസ്. സോ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് എപ്പോഴും ബ്ലാക്ക് ബോക്സസ് ഉണ്ടാവും. ആ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് എന്താണ് അതിന് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് എന്താണ് വരിക എന്ന് നമുക്കറിയാം. പക്ഷേ ഇൻറ്റേർണലി ആ ഇൻപുട്ടിനെ എങ്ങനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നുള്ളത് നമ്മൾ അറിയില്ല. സോ ദാറ്റ് ഇസ് കോൾഡ് എ ബ്ലാക്ക് ബോക്സ്. സോ ആ ഒരു കൺസെപ്റ്റാണ് നമ്മളെപ്പോഴും ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ്, ഫംഗ്ഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുക. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെങ്കിലോ, ഈ പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇസ് കൺസിഡർഡ് ഇൻ ദ ഫോം ഓഫ് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്. നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇൻഡിവിജ്വൽ ഡേറ്റ എലിമെൻറ്റ്സിലാണ് ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ ബേസ് എലിമെൻറ്റ്സിലാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മുഴുവനായിട്ടുള്ള സിസ്റ്റത്തിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വൽ എലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വെയർ വി ഗിവ് ഇമ്പോർട്ടൻസ് ടു ഡേറ്റ. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ പഠിക്കും, നമുക്ക് ഗ്ലോബൽ ഡേറ്റ മിക്കവാറും ഉണ്ടാവില്ല. മോസ്റ്റ്ലി വി ഡോണ്ട് എംഫസൈസ് ഓൺ ഗ്ലോബൽ ഡേറ്റ ഓർ വി ഡോണ്ട് സപ്പോർട്ട് ഗ്ലോബൽ ഡേറ്റ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ. ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ്. സോ അന്നേരം നമ്മൾ വിചാരിക്കും എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഗ്ലോബൽ ഡേറ്റ ലാർജ്ലി യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഗ്ലോബൽ ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി ധാരാളം സഹായിച്ചിരുന്നു. ഒരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്താൽ ആ വേരിയബിൾ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തതാണെങ്കിൽ ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, വേറൊരു ഫംഗ്ഷൻ അത് യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബൽ വേരിയബിൾ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഓൾ. സോ ഒരാളുടെ ഔട്ട്പുട്ട് മറ്റേയാൾക്ക് റീഡ് ചെയ്തൊക്കെ എടുക്കാം, അല്ലെ ഒരാൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് മറ്റേയാൾക്ക് റീഡ് ചെയ്തെടുക്കാം. അങ്ങനെ അങ്ങനെ ലാർജ്ലി ദേ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ യൂസിങ് ഗ്ലോബൽ ഡേറ്റ. പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വരുമ്പോൾ ഗ്ലോബൽ ഡേറ്റ ഇസ് യൂഷ്വലി ആബ്സെൻറ്റ്. സോ എങ്ങനെ ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നിരിക്കും. സോ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്ട്സ് ആണല്ലോ, എൻറ്റയർ സിസ്റ്റത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. എല്ലാ ഒബ്ജക്ട്സും ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒബ്ജക്ട്സ് തമ്മിൽ എന്തായാലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. ദേ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഒരു ഒബ്ജക്റ്റാണ്, ടീച്ചർ ഒരു ഒബ്ജക്റ്റാണ്, അല്ലേ? അങ്ങനെയുള്ള ഒബ്ജക്ട്സ് ഉണ്ടാവും. സോ ആ ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി ആവശ്യമാണ്. സോ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദേ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ബൈ പാസിംഗ് മെസ്സേജസ്. എൻ ഒബ്ജക്ട് പാസ് മെസ്സേജ് ടു അനദർ ഒബ്ജക്ട്. ഈ പാസിംഗ് മെസ്സേജ് എന്ന് വെച്ചാൽ ഒബ്ജക്ട് യൂഷ്വലി കോൾസ് ഫങ്ഷൻസ് ഓഫ് അനദർ ഒബ്ജക്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എങ്ങനെയെങ്കിലും. സോ എനിവേ ദേ പാസ് മെസ്സേജസ് ബിറ്റ്വീൻ each other to access data. So this type of approach, programming approach, is called bottom up approach. അതായത് ഏറ്റവും താഴത്തെ ബേസ് എലിമെൻറ്റ്സ് ആണ് ആദ്യം നമ്മൾ പഠിക്കുക, ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് ഡീറ്റെയിൽസിലോട്ട് ആദ്യം തന്നെ നമ്മൾ പോകും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്തിലോട്ട് വരിക, അതിൻ്റെ ഹയർ ലെവൽ അല്ലെങ്കിൽ അനാലിറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സബ് സിസ്റ്റംസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. ആദ്യം ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് എലിമെൻറ്റ്സിലോട്ടാണ് ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു അനാലിറ്റിക്കൽ വ്യൂ നമുക്ക് കിട്ടും. സോ ഇൻഡിവിജ്വൽ ബേസ് എലിമെൻറ്റ്സ് ആർ ഫസ്റ്റ് സ്പെസിഫൈഡ് ഇൻ ഗ്രേറ്റർ ഡീറ്റെയിൽ. അതാണ് ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ
സ്പെസിഫിക്കേഷൻ മാത്രമല്ല, സ്പെസിഫൈ ചെയ്യാൻ മാത്രമല്ല, എന്താണ് ചെയ്യാമെന്ന് മാത്രമല്ല പറയാം, എങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പോലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ പറയും. ഓക്കെ, സോ ദെൻ എലിമെൻറ്റ്സ് ആർ ലിങ്ക് ടുഗദർ ടു ഫോം ലാർജർ സബ്സിസ്റ്റം. സോ പിന്നെ ആ ബേസ് എലിമെൻറ്റ്സ് ഒക്കെ ലിങ്ക് ചെയ്ത് കുറച്ച് വലിയ സബ്സിസ്റ്റംസ് ഉണ്ടാക്കും. പിന്നെ അതും അങ്ങനെയുള്ള കുറേ സബ്സിസ്റ്റംസ് ലിങ്ക് ചെയ്ത് പിന്നെ അതിനും വലിയ സബ്സിസ്റ്റംസ് ഉണ്ടാക്കും. അങ്ങനെ ടോപ്പ് ലെവൽ സിസ്റ്റം, കംപ്ലീറ്റ് ടോപ്പ് ലെവൽ സിസ്റ്റം വിൽ ബി ഫോംഡ്. So this is the difference between object oriented approach and function oriented approach. So function oriented approach പറ്റി function oriented approach ആയിരുന്നു ആദ്യം ഇനീഷ്യലി നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത്, ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് സി പാസ്കൽ, ഫോർട്രാൻ ഇങ്ങനെയുള്ള പല ലാംഗ്വേജിലും ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലോട്ട് പോയത്, എന്തുകൊണ്ടാണ് നമ്മൾ എവോൾവ് ചെയ്തിട്ട് ഇപ്പം ധാരാളം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്, റൈറ്റ്? സോ എന്തിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ലിമിറ്റേഷൻസ് ഇൻ സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ്. സോ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. സോ പ്രൊസീജിയർ ലാംഗ്വേജ് നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞ സി, പാസ്കൽ, ഫോർട്രാൻ ഇതൊക്കെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ് അല്ലെങ്കിൽ സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ലാംഗ്വേജ് ടെൽസ് ദ കമ്പ്യൂട്ടർ ടു ഡു സംതിങ്, get some input, add these numbers, divide by 6, display that output. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സാധാരണ നമ്മൾ കാണുക. എ പ്രോഗ്രാം ഇൻ എ പ്രൊസീജിയർ ലാംഗ്വേജ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഓരോ ഇൻസ്ട്രക്ഷനും ഇങ്ങനെയാണ് പറയുക, എന്താ ചെയ്യേണ്ട കാര്യം മാത്രമാണ് പറയുക. അല്ലാതെ നമ്മൾ ഡേറ്റേൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. കൂടുതലും ആക്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഫോർ വെരി സ്മോൾ പ്രോഗ്രാംസ് നോ അതർ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഇസ് നീഡഡ്. സോ ചെറിയ പ്രോഗ്രാം നമ്മൾ പറഞ്ഞാൽ ഈവൺ നമ്പർ, ഓഡ് നമ്പർ ആണെന്നൊക്കെ കണ്ടുപിടിക്കുന്ന ചെറിയ പ്രോഗ്രാംസിനൊന്നും നമുക്ക് വലിയ പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പാരഡൈംസ് പറയും, പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ടുഗദർ കോൾഡ് ആസ് പാരഡൈംസ്. സോ പ്രോഗ്രാമർ ക്രിയേറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ദ കമ്പ്യൂട്ടർ ക്യാരീസ് ദംസ് ഔട്ട്. അത്ര സിമ്പിളായിരുന്നു കാര്യങ്ങൾ. പിന്നെ വലിയ പ്രോഗ്രാംസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാംസിൻ്റെ സൈസ് കൂടും തോറും കോംപ്ലക്സിറ്റി കൂടും, മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടും. അതങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിനെ നമ്മൾ ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. വെൻ പ്രോഗ്രാംസ് ബിക്കം ലാർജർ എ സിംഗിൾ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മേ നോട്ട് ബി ഇനഫ്. So എന്ത് ചെയ്യണം, few programmers can comprehend a program of more than a few hundred statements unless it is broken down to smaller units. So ഒരു 100-ലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് വന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 100-200 അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും മാനേജ് ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് സ്മോളർ യൂണിറ്റ്സിലോട്ട് മാറ്റുന്നത്. അതിനാണ് കുറേ ഫങ്ഷൻസ്. സോ ഫങ്ഷൻസ് വാസ് അഡോപ്റ്റഡ് ആസ് എ വേ ടു മേക്ക് പ്രോഗ്രാംസ് മോർ കോംപ്രിഹെൻസിബിൾ ടു ദിയർ ഹ്യൂമൻ ക്രിയേറ്റേഴ്സ്. നമുക്കതിനെ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഫങ്ഷൻസ് ആകുമ്പോൾ. സബ് റൂട്ടീൻസും പറയും ഫംഗ്ഷന്, സബ് പ്രോഗ്രാം, പ്രൊസീജിയർ എന്നൊക്കെ പല പേരുകളിൽ ഫങ്ഷൻസ് അറിയപ്പെടുന്നു. എ പ്രൊസീജിയറൽ പ്രോഗ്രാം ഇസ് ഡിവൈഡഡ് ഇൻ ടു ഫങ്ഷൻസ്. ഈച്ച് ഫങ്ഷൻ has a clearly defined purpose and a clearly defined interface to the other functions of the program. ഫങ്ഷൻ എന്ന് പറയുമ്പം അതിന് ക്ലിയർ ഡിഫൈൻഡ് പേർപ്പസ് ഉണ്ട്. ആ ഫങ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ആ ഫങ്ഷന് നന്നായി അറിയാം. ആ ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആഡ് ചെയ്യേണ്ട പണിയാണ് അതിനുള്ളത് നമുക്കറിയാം. സോ അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേരാണ്. സോ ആഡ് ഓഫ് ഇൻറ്റ് കോമ ഇൻറ്റ് എന്നാണ് നമ്മളിപ്പോൾ സിയിൽ നമ്മൾ ഡിക്ലറേഷൻ ഉണ്ടല്ലോ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അങ്ങനെ ചെയ്താണ് അതിൻ്റെ അർത്ഥം അത് 2 ഇൻറ്റിജർ നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യാൻ കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. സോ അതിനാണ് ആ ഡിക്ലറേഷൻ എന്ന് പറയും, ഇൻ്റർഫേസ് എന്ന് പറയും. ആ ഇൻ്റർഫേസ് വഴി നമുക്ക് ക്ലിയർലി മനസ്സിലാവും എന്താണ് നമ്മൾ ആ ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, so idea of breaking a program into functions can be further extended by grouping a number of functions together into a larger entity called a module. So ഇത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു ഈ ഒരു കൺസെപ്റ്റ്. ഫംഗ്ഷൻസ് ആദ്യം ഫംഗ്ഷൻസിലോട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ഫംഗ്ഷൻസിനെ നമ്മൾ വീണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ മൊഡ്യൂൾസ് ആക്കി മാറ്റി. ലൈക്ക് സ്ട്രിങ് ഹാൻഡ്ലിങ്ങിൽ നിങ്ങൾക്ക് string.h എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽ യൂസ് ചെയ്യുമല്ലോ അല്ലേ. IO ടൈപ്പ് സംഭവങ്ങൾക്കൊക്കെ stdio.h യൂസ് ചെയ്യുന്നു സിയിൽ, റൈറ്റ്. സോ ഓരോ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് math.h യൂസ് ചെയ്യുന്നു. സോ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസൊക്കെ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ കൊണ്ടുപോയിടും. സോ മാത്ത് മൊഡ്യൂളിൽ മാത്ത് റിലേറ്റഡ് ഫംഗ്ഷൻസ് ഉണ്ടാവും, സ്ട്രിങ് മൊഡ്യൂളിൽ സ്ട്രിങ് റിലേറ്റഡ് ഫംഗ്ഷൻസ് ഉണ്ടാവും, അങ്ങനെ. So this all helped in program development. പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് സമയം കുറയ്ക്കാനും അത് റീയൂസബിലിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്തു. ഫംഗ്ഷൻസ് നമുക്ക് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് റീയൂസ് ചെയ്യാമല്ലോ. സോ ഡിവൈഡിങ് എ പ്രോഗ്രാം ഇൻടു ഫംഗ്ഷൻസ് ആൻഡ് മൊഡ്യൂൾസ് ഇസ് വൺ ഓഫ് ദ കോർണർ സ്റ്റോൺസ് ഓഫ് സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ്, the somewhat loosely defined discipline that influenced programming organization for several decades before the advent of object-oriented programming. So ഈ പ്രോഗ്രാമിനെ ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ആക്ച്വലി സ്ട്രക്ചർഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ്
പ്രോഗ്രാമിംഗ് ആയിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ യൂസ് ചെയ്ത പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറയാം, പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ പാരഡൈമാണ് ഈ സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ പ്രോബ്ലംസ് എന്താണ് സ്ട്രക്ചർഡ് പ്രോബ്ലം? ആസ് പ്രോഗ്രാംസ് ഗ്രോ എവർ ലാർജർ ആൻഡ് മോർ കോംപ്ലക്സ്, പ്രോഗ്രാംസ് വലുത് പ്രോഗ്രാംസിൻ്റെ സൈസ് കൂടുന്തോറും സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് അത്രത്തോളം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അത് മനസ്സിലായി. ലൈക്ക് ദ വേ ഹൊറർ സ്റ്റോറീസ് ഓഫ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് പല സ്ഥലത്ത് ഇപ്പോൾ ലൈക്ക് IBM-ൻ്റെയൊക്കെ OS/2 എന്നൊക്കെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഒരു മിത്തിക്കൽ മാൻമന്ത് ഒരു ബുക്കുണ്ട്, ദ മിത്തിക്കൽ മാൻമന്ത്. ആ ബുക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബുക്കാണത്. അത് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു വലിയ പ്രോഗ്രാംസിന് ഉണ്ടാകുമ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നത്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നൊരു ബുക്കാണ്. സോ ഇൻ ദാറ്റ് ഇറ്റ് സേസ് ദ പ്രൊജക്റ്റ് ഇസ് ടു കോംപ്ലെക്സ്. അതായത് മിക്കവാറും ഇങ്ങനെയുള്ള പരാതികൾ വരും, പ്രൊജക്റ്റ് ഭയങ്കര കോംപ്ലെക്സ് ആയി, ഷെഡ്യൂൾ സ്ലിപ്പ് ആവുന്നു. അതായത് പ്രൊജക്റ്റിൻ്റെ ഡെഡ് ലൈൻസ്, പ്രൊജക്റ്റ് ഈ സമയത്തിനുള്ളിൽ കൊടുത്ത് തീർക്കാം എന്നൊക്കെയുള്ള ഡെഡ് ലൈൻസ് ഉണ്ടാവും. അതൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. എന്ത് ചെയ്യും? നമ്മൾ ഡെഡ് ലൈൻസൊന്നും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യും. കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്ന നമ്മൾ വിചാരിക്കുക. ഇതിപ്പോൾ നമുക്കൊരു വീട്ടുജോലി അല്ലെങ്കിൽ എന്തെങ്കിലും പറമ്പ് കിളക്കലോ അങ്ങനത്തെയൊക്കെ ജോലികളാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ ആഡ് ചെയ്താൽ ചിലപ്പോൾ ആ പണി എളുപ്പത്തിൽ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുമായിരിക്കും. പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഒരു ആൾക്കാരെ ആഡ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ കോംപ്ലക്സിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. ആൾക്കാർ തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്ന കാര്യമില്ലല്ലോ. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു മൊത്തമായിട്ട് ഉള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പല കമ്പോണൻസ് ഉണ്ടാവും. ഓരോ കമ്പോണൻറ്റ് ഓരോരുത്തരായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ തമ്മിൽ, വർക്കേഴ്സ് തമ്മിൽ നന്നായിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സ് സമയത്ത് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. സോ കോംപ്ലക്സിറ്റി കൂടാൻ സാധ്യതയുണ്ട്. സോ എപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് ഈ മിത്തിക്കൽ ഞാൻ പറഞ്ഞ ആ ബുക്കിൻ്റെ പേര് മിത്തിക്കൽ മാൻമന്ത് ആയിരുന്നു. IBM-ൻ്റെ ഏതോ OS/2 അത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ന് തോന്നുന്നു. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. സോ അതിൻ്റെ പേര് തന്നെ മിത്തിക്കൽ മാൻമന്ത് എന്നാണ്. അതായത് നമുക്ക് അതായത് ഹ്യൂമൻ റിസോഴ്സ് കൂട്ടിയാൽ നമ്മളെ സോഫ്റ്റ്വെയർ ചെയ്തു തീർക്കാൻ പറ്റുന്ന സമയമുണ്ടല്ലോ, അത് കുറയ്ക്കാം, അല്ലെങ്കിൽ മന്ത്സ് കുറയ്ക്കാം എന്നുള്ളൊരു മിസ്കൺസെപ്ഷനാണ്. ആക്ച്വലി ഇറ്റ്സ് എ മിസ്കൺസെപ്ഷൻ. ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് വർക്ക് ഇൻ ദാറ്റ് വേ. സോ കോംപ്ലക്സിറ്റി ഇൻക്രീസസ്, കോസ്റ്റ് സ്കൈ റോക്കറ്റ്. അതായത് പ്രൊജക്റ്റ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. സമയം നമ്മൾ സമയത്തിന് ഇടയിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ കോസ്റ്റ് കൂടില്ലേ, റൈറ്റ്? ഓരോ ഇൻഡിവിജ്വലിനും അതിൻ്റേതായ പ്രോഗ്രാമേഴ്സിന് അവരുടേതായ കോസ്റ്റ് ഇല്ലേ, റൈറ്റ്? റിസോഴ്സസിന് കോസ്റ്റ് ഇല്ലേ, അവർ യൂസ് ചെയ്യുന്ന റിസോഴ്സിന് കോസ്റ്റ് ഇല്ലേ, അങ്ങനെ അല്ലേ? ഒരു പ്രൊജക്റ്റ് തീർന്നാലേ അടുത്ത പ്രൊജക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. സോ അല്ലേ, ആ ഒരു പ്രൊജക്റ്റിൽ ഒരു ഗ്രൂപ്പ് ഇൻവോൾവ് ആണെങ്കിൽ അവരെ വേറൊരു പ്രൊജക്റ്റിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ്? സോ അങ്ങനെ കോസ്റ്റ് ഒരുപാട് കൂടും. സോ വേറൊരു പ്രൊജക്റ്റ് വരാതിരിക്കുമ്പം കമ്പനിക്ക് ലോസ് വരും, റൈറ്റ്? അങ്ങനെ ദ ഷെഡ്യൂൾ സ്ലിപ്സ് ഫെർദർ ആൻഡ് ഡിസാസ്റ്റർ എൻസ്യൂസ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ധാരാളമായിട്ട് വരും. സ്ട്രക്ചർ പ്രോഗ്രാമിംഗിൽ അങ്ങനെ ഉണ്ടായിരുന്നു. സോ അനലൈസിങ് ദ റീസൺസ് ഫോർ ദീസ് ഫെയിലിയേഴ്സ് റിവീൽസ് ദാറ്റ് ദർ ആർ വീക്ക്നെസ്സസ് ഇൻ ദ പ്രൊസീജിയറൽ പാരഡൈമിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ പാരാഡൈം മുന്നോട്ട് വന്നത്. സോ ലാർജർ പ്രോഗ്രാംസ് ബിക്കം എക്സസീവ്ലി കോംപ്ലക്സ് വിത്ത് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. സോ എന്തൊക്കെയാണ് യൂഷ്വലി പ്രൊസീജിയർ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്? ഫസ്റ്റ് പ്രോബ്ലം ഇസ്, രണ്ട് പ്രോബ്ലംസാണ് കൂടുതലായിട്ട് പറയുന്നത്. ഫസ്റ്റ് ഫങ്ഷൻസ് ഹാവ് അൺറീസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഗ്ലോബൽ ഡേറ്റ. അൺറീസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആക്സസ് ഗ്ലോബൽ ഡേറ്റേൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബൽ ഡേറ്റ ഒരു ഫങ്ഷൻസ് എന്തായാലും ഗ്ലോബൽ ഡേറ്റ യൂസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷന് ഗ്ലോബൽ ഡേറ്റ ആവശ്യം, അല്ലെങ്കിൽ ഒരാൾ ചെയ്ത് വെച്ച റിസൾട്ട് മറ്റൊരാൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഗ്ലോബൽ ഡേറ്റ ധാരാളമായിട്ട് യൂസ് ചെയ്യും. ഗ്ലോബൽ ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്ലോബൽ ഡേറ്റേൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമെന്ന് വിചാരിച്ചോ, അത് ഏതൊക്കെ ഫങ്ഷൻസിൽ അത് യൂസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പോയി മാറ്റം വരുത്തേണ്ടി വരും. സോ ദാറ്റ് ഈസ് വൺ.
സെക്കൻഡ് ഇസ് അൺറിലേറ്റഡ് ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ. അതായത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഡേറ്റയും ഫങ്ഷൻസും തമ്മിൽ, ഒരു ഫങ്ഷൻസും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും ആ ഫംഗ്ഷൻ, ഡേറ്റ തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവില്ല, ഫംഗ്ഷൻസും ഡേറ്റയും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവില്ല. സോ ദാറ്റ് ഇസ് എ പുവർ മോഡൽ ഓഫ് ദ റിയൽ വേൾഡ്. റിയൽ വേൾഡിൽ നമ്മൾ കാണുന്ന അങ്ങനെയല്ല. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, റിയൽ വേൾഡിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആനിമൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഡേറ്റയും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അതിന് കുറേ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസും ഉണ്ട്. സോ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് റോൾ നമ്പർ, സ്റ്റുഡൻറ്റ് കോഴ്സ് ഏതാണ്, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്റ്റുഡൻറ്റ് എൻറോൾ ചെയ്തിരിക്കുന്ന കോഴ്സസ് ഏതാണ്, സ്റ്റുഡൻറ്റ് പെർസെൻറ്റേജ് എന്താണ്, ഓരോ കോഴ്സിൻ്റെയും മാർക്സ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ളത്. സോ അതാണ് സ്റ്റുഡൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. സ്റ്റുഡൻറ്റിന് കോഴ്സിലോട്ട് എൻറോൾ ചെയ്യാം, സ്റ്റുഡൻറ്റിന് ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യാം, സ്റ്റുഡൻറ്റിന് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ അവിടെ നല്ല റിലേഷൻ ഉണ്ട് ആ സ്റ്റുഡൻറ്റ് ഡേറ്റയും സ്റ്റുഡൻറ്റിൻ്റെ ഫങ്ഷൻസ് തമ്മിൽ, അല്ലേ, റൈറ്റ്? സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റയും ഫങ്ഷൻ തമ്മിൽ ദറ്റ്സ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. പക്ഷേ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ പ്രോഗ്രാമിങ്ങിൽ ഫങ്ഷൻസും ഫങ്ഷൻസ് അകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റയും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവില്ല. ദിസ് ഈസ് ആക്ച്വലി എ പുവർ മോഡൽ ഓഫ് ദി റിയൽ വേൾഡ്. സോ നമ്മൾ ഇൻവെൻട്രി പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഇൻവെൻട്രി എന്ന് പറയുന്നത് അറിയാം, സ്റ്റോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഏതും ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതാണ് പറയുന്നത്. വൺ ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ ഡേറ്റ ഐറ്റം ഇൻ സച്ച് എ പ്രോഗ്രാം ഇസ് ദ കളക്ഷൻ ഓഫ് ഐറ്റംസ് ഇൻ ദ ഇൻവെൻട്രി. സോ ഇൻവെൻട്രിയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്, ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ ഡേറ്റ. അത് പല ഫങ്ഷൻസും, ആ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ള പല ഫങ്ഷൻസും സെയിം ഡേറ്റ ഐറ്റം യൂസ് ചെയ്യുന്നുണ്ടാവും. സോ വേരിയസ് ഫങ്ഷൻസ് may use this data to input a new item, പുതിയൊരു ഐറ്റം ഇൻപുട്ട് ചെയ്യാൻ, ദെൻ ഡിസ്പ്ലേയിങ് ആൻ ഐറ്റം, മോഡിഫൈങ് ആൻ ഐറ്റം, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഇൻവെൻട്രിയിലെ കളക്ഷൻ ഓഫ് ഐറ്റംസ് ചിലപ്പം ആക്സസ് ചെയ്യും. പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പം ആ കളക്ഷൻ ഓഫ് ഐറ്റംസ് കൂടും. പിന്നെ ഒരു ഐറ്റം ഡിസ്പ്ലേ ചെയ്യേണ്ടെങ്കിൽ ആ കളക്ഷൻ ഓഫ് ഐറ്റംസ് നിന്നാണ് എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യുക. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഐറ്റത്തിന് നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ ആ കളക്ഷൻ ഓഫ് ഐറ്റംസിൽ മാറ്റം വരുത്തണം, റൈറ്റ്? സോ കളക്ഷൻ ഓഫ് ഐറ്റംസ് ഇസ് ആക്ച്വലി കൺസിഡർഡ് ആസ് ഗ്ലോബൽ ഡേറ്റ. സോ പല ഫങ്ഷൻസും ആ ഗ്ലോബൽ ഡേറ്റ യൂസ് ചെയ്യും. സോ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ലോക്കൽ ഡേറ്റ ഉണ്ടാവും, ഗ്ലോബൽ ഡേറ്റയാണ്. ലോക്കൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റക്കാണ് ലോക്കൽ ഡേറ്റ എന്ന് പറയുക. അത് പുറത്തുള്ള ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ സിയിലായാലും ഫംഗ്ഷൻസിൻ്റെ അകത്ത്, മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഫംഗ്ഷൻസിനകത്തും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത്, എല്ലാ ഫംഗ്ഷൻസിൻ്റെയും പുറത്ത് നമ്മളൊരു, അതായത് ഏറ്റവും മുകളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ നമ്മൾ #include stdio.h ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം മെയിൻ ഫംഗ്ഷന് മുന്നേ തന്നെ. സോ അങ്ങനെ ആകുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ഗ്ലോബൽ വേരിയബിൾസ്. പക്ഷേ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് കോൾഡ് ലോക്കൽ വേരിയബിൾസ്. ഫംഗ്ഷൻ്റെ അകത്ത് ഉള്ള ലോക്കൽ വേരിയബിൾസ് യൂഷ്വലി അതുമായിട്ട് നല്ല റിലേഷൻ ഉള്ള ഡേറ്റ ആയിരിക്കും. അത് മറ്റു ആൾക്കാർക്ക് മറ്റു ഫംഗ്ഷൻസിന് അതിന് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗ്ലോബൽ ഡേറ്റ എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് അൺറിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഒരു ഫംഗ്ഷൻ ഒരു ഗ്ലോബൽ ഡേറ്റ ആക്സസ് ചെയ്യുമ്പോൾ ചിലപ്പം ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല ആ ഗ്ലോബൽ ഡേറ്റയും ഫംഗ്ഷൻസ് തമ്മിൽ. പക്ഷേ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആക്സസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് എനി ഫംഗ്ഷൻ ഇൻ ദ പ്രോഗ്രാം ക്യാൻ ആക്സസ് ദിസ് ഗ്ലോബൽ ഡേറ്റ. സോ ദ ലോക്കൽ ആൻഡ് ഗ്ലോബൽ ഡേറ്റ ഇവിടെ ഒരു ഡയഗ്രാം വെച്ച് കാണിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷന് ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, യു ക്യാൻ സി ഫംഗ്ഷൻ എ, ഫംഗ്ഷൻ ബി, ഇറ്റ് ഹാസ് ലോക്കൽ വേരിയബിൾസ്. ലോക്കൽ വേരിയബിൾസ് ക്യാൻ ബി ആക്സസ് ഓൺലി ബൈ ഫംഗ്ഷൻ എ. അതേപോലെ തന്നെ ഫംഗ്ഷൻ ബീൻ്റെ ലോക്കൽ വേരിയബിൾസ് ആ ഫംഗ്ഷൻ ബിക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് ഗ്ലോബൽ വേരിയബിൾസ് യു ക്യാൻ സി ബോത്ത് ഓഫ് ദം ക്യാൻ ആക്സസ്. In a large program there are many functions and many global data items. അങ്ങനെ ഒരു വലിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ഗ്ലോബൽ ഡേറ്റ ഉണ്ടാവും. Okay, problem with procedural paradigm is that this leads to an even larger number of potential connections between functions and data. So ഇങ്ങനെ ഒരുപാട് ഗ്ലോബൽ ഡേറ്റയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും, ഒരുപാട് കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനെയൊക്കെ വരുമ്പം പ്രോഗ്രാമിനെ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. So what are the problems that usually happens when the connections increases? It makes a program structure difficult to conceptualize. അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഇങ്ങനെ കുറേ കണക്ഷൻസ് വരുമ്പം പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും. അങ്ങനെ ആകുമ്പോൾ ഡീബഗിങ് ഒക്കെ നടത്തുമ്പം, അതായത് റൺ ടൈം എറേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും.
ഒരു പ്രോഗ്രാം ഒരു എറർ എവിടെയെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആ എറർ ഏത് ഫംഗ്ഷൻ കാരണമാണ് ആ എറർ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും. ബിക്കോസ് ഒരു ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് അത് കാണിച്ചതാണെങ്കിൽ പോലും ആ ഫംഗ്ഷൻ ചിലപ്പം വേറൊരു ഫംഗ്ഷൻ്റെ അകത്തുനിന്നാണ് വിളിക്കപ്പെട്ടിട്ടുണ്ടാവുക, റൈറ്റ്? സോ ആ ഫംഗ്ഷൻ കാരണമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഫംഗ്ഷൻസ് തമ്മിൽ ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ടൊക്കെ കോൾസ് വരുന്നതാണെങ്കിൽ വി മേ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ അനലൈസിങ് വേർ ഇസ് ദി എറർ. അതേപോലെ തന്നെ ഗ്ലോബൽ ഡേറ്റ തമ്മിൽ ഒരുപാട് ഗ്ലോബൽ ഡേറ്റ ഉണ്ടാകുമ്പോൾ. സോ സെക്കൻഡ്, ഇറ്റ് മേക്സ് ദ പ്രോഗ്രാംസ് ഡിഫിക്കൽട്ട് ടു മോഡിഫൈ. സോ കൺസെപ്ച്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കൂടാതെ പ്രോഗ്രാം മോഡിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ആസ് ഐ ടോൾഡ്, ഒരു ഗ്ലോബൽ ഡേറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും അതിൻ്റെ സ്ട്രക്ചറിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയെന്ന് വെച്ചോ, ഓക്കെ, ആ മാറ്റം ബാക്കി എല്ലാ സ്ഥലത്തും വരുത്തേണ്ടി വരും. സോ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഇൻവെൻട്രി പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻവെൻട്രി ഐറ്റംസിൻ്റെ പ്രൊഡക്റ്റ് കോഡ്സിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 5 ഡിജിറ്റ്സ് നിന്ന് 12 ഡിജിറ്റ്സിലോട്ട് മാറ്റി എന്ന് വിചാരിച്ചോ. അങ്ങനെയാകുമ്പം എവിടെ ദിസ് മേ നെസസിറ്റി ചേഞ്ച് ഫ്രം ഷോർട്ട് ടു ലോങ് ഡേറ്റ ടൈപ്പ്. അത് ഷോർട്ട് 5 എന്ന് പറഞ്ഞത് ഷോർട്ട് ഡേറ്റ ടൈപ്പ് വെച്ച് നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ 12 ആണെങ്കിൽ ലോങ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പം ദിസ് മേ നീഡ് ചേഞ്ചസ് ഇൻ മെനി പ്ലേസസ്. So now all the functions that operate on the data must be modified to deal with the long. So ബാക്കി എല്ലാ ഫങ്ഷൻസിലും ഇത് യൂസ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസിലും ലോങ് ഡേറ്റക്ക് വേണ്ടിയിട്ട് അതിനെ മാറ്റം വരുത്തണം. ലോങ് ഡേറ്റ റിട്രീവ് ചെയ്യേണ്ട രീതിയിൽ മാറ്റം വരുത്തണം. ബിക്കോസ് അത് ഇത്രയും കാലം അത് ഷോർട്ട് ഡേറ്റയാണ്, ഷോർട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഡിജിറ്റ്സ് ഇൻവെൻട്രി ഐറ്റംസിൻ്റെ പ്രൊഡക്റ്റ് കോഡ്സ് ഷോർട്ട് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് അത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെ ലോങ്ങിലോട്ട് മാറ്റണം. സോ ഇറ്റ്സ് സിമിലർ ടു വാട്ട് ഹാപ്പൻസ് വെൻ എ ലോക്കൽ സൂപ്പർ മാർക്കറ്റ് മൂവ്സ് ദ ബ്രെഡ് ഫ്രം aisle 4 to aisle 7. അതായത് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം ഒരു പെർട്ടിക്കുലർ ഷെൽഫിലാണ് നമ്മളെപ്പോഴും ഒരു സാധനം കാണുന്നതെന്ന് വെച്ചോ. ലൈക്ക് വി ഫൈൻഡ് എഗ്സ് ഓർ ഇവിടെ ബ്രെഡ് എന്ന് പറയുന്നത്. ബ്രെഡ് ഒരു പെർട്ടിക്കുലർ ഷെൽഫിലാണ് എപ്പോഴും കാണുന്നത്. ആ ഷെൽഫിലേക്കാണ് നമ്മളെപ്പോഴും പോവുക ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സൂപ്പർ മാർക്കറ്റുകാർ ഒരു ഡിസിഷൻ എടുത്തു, ആ ബ്രെഡ് മാറ്റി വേറൊരു ഷെൽഫിൽ കൊണ്ടുപോയിട്ടു എന്ന് വെച്ചോ, വേറൊരു സെക്ഷനിലോട്ട് കൊണ്ടുപോയിട്ടു എന്ന് വെച്ചോ. അന്നേരം നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന എല്ലാവരും എന്ത് ചെയ്യും, എപ്പോഴും നിരന്തരമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യേണ്ടി വരും, അവരുടെ മനസ്സിൽ എപ്പോഴും ബ്രെഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഷെൽഫിലോട്ടാണ് അവരുടെ കണ്ണ് പോവുക, അല്ലെങ്കിൽ അവിടത്തേക്കാണ് അവർ പോവുക. അത് മാറ്റി അവർ എന്ത് ചെയ്യണം, അവരുടെ കൺസെപ്റ്റ് മാറ്റണം. ഇനി അവിടെ പോയാൽ കിട്ടില്ല, വേറൊരു ഷെൽഫിലാണ് അതുള്ളത് എന്നുള്ളത് എല്ലാവരും അവരുടെ മെമ്മറിയിൽ അത് മാറ്റണം, റൈറ്റ്? So everyone who patronizes the supermarket must then figure out where the bread has gone and adjust their shopping habits accordingly. So when data items are modified in a large program, it may not be easy to tell which functions access the data, and even when you figure this out, modifications of functions may cause them to work incorrectly with other global data. So നമ്മൾ പറഞ്ഞു ഡേറ്റ ഐറ്റംസിൻ്റെ മുകളിൽ വല്ല മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നതാണെങ്കിൽ, അപ്പം 5 ഡിജിറ്റ് മാറി 12 ഡിജിറ്റ് ഒക്കെ ആയല്ലോ ഇൻവെൻട്രി പ്രൊഡക്റ്റ് കോഡ്, ഐറ്റംസ് ഇൻ ഇൻവെൻട്രി അതിൻ്റെ പ്രൊഡക്റ്റ് കോഡ് അങ്ങനെ മാറ്റം വന്നതാണെങ്കിൽ നമ്മൾ തപ്പിപ്പിടിച്ച എല്ലാ ഫംഗ്ഷൻസിലും പോയിട്ട് ഏതൊക്കെ ഫംഗ്ഷൻസിൽ ഇത് ആക്സസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് മാറ്റം വരുത്തണം. ആ ഫംഗ്ഷൻസിൽ അത് ഡീൽ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തണം, അല്ലേ, റൈറ്റ്? ആ ഡേറ്റ ഐറ്റം ഡീൽ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തണം. ഷോർട്ട് എന്ന രീതിയിലായിരിക്കും ഇത്രയും കാലം ഡീൽ ചെയ്തിട്ടുണ്ടോ, അതിനെ ലോങ് എന്ന രീതിയിലേക്ക് മാറ്റണം. സോ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ചില സമയത്ത് അങ്ങനെ മാറ്റം വരുത്തുമ്പം ചിലപ്പോൾ ആ ഡേറ്റ ഐറ്റം വേറൊരു ഫംഗ്ഷനിൽ വേറൊരു ഫംഗ്ഷൻ ചിലപ്പം യൂസ് ചെയ്യുന്നതാണെങ്കിൽ അവിടെയും മാറ്റം വരുത്തേണ്ടി വരും, റൈറ്റ്? സോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ ഈ ഷോർട്ട് ഡേറ്റ ഐറ്റം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വേറൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചോ, ആ റിസൾട്ട് ചിലപ്പം വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. അന്നേരം ഇപ്പം നമ്മൾ ഷോർട്ടിനെ മാറ്റി ലോങ് ആക്കുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് മാറും. സോ ആ റിസൾട്ട് വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതിലും നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരുപാട് കണക്ഷൻസ് വരുന്നതാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ഇൻ പ്രൊസീജിയറൽ പാരഡൈം. ഇനി വേറൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് മോഡലിംഗ് ആണ്. റിയൽ വേൾഡിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ള ഒബ്ജക്ട്സ് എങ്ങനെയാണെന്ന രീതിയിൽ എല്ലാം നമ്മൾ പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൽ ചെയ്യുന്നത്. പ്രൊസീജിയേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ റിയൽ വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ആട്രിബ്യൂട്ട്സും ഉണ്ട്, അതിന് ബിഹേവിയറും ഉണ്ട്, വെറും ഫങ്ഷൻസ് മാത്രമല്ല. ഓക്കെ, സോ ഡേറ്റക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. So in the physical world we deal with objects such as people and cars. Such objects aren't like data and they aren't like functions. വെറും ഡേറ്റ അല്ലെങ്കിൽ വെറും ഫങ്ഷൻസ് മാത്രമല്ല, they have both attributes and behavior. അവർക്ക് ഡേറ്റയും ഉണ്ട്,
ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ ഫങ്ഷൻസും ഉണ്ട്. സോ ആട്രിബ്യൂട്ട്സ് മേ ബി സംതിങ് ലൈക്ക് പീപ്പിളിൻ്റെ കേസിൽ ആട്രിബ്യൂട്ട്സ്, പീപ്പിൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണെങ്കിൽ ആട്രിബ്യൂട്ട്സ് മേ ബി സംതിങ് ലൈക്ക് ഐ കളർ, ജോബ് ടൈറ്റിൽ. കാസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനാണെങ്കിൽ ഹോഴ്സ് പവർ, നമ്പർ ഓഫ് ഡോസ്, ഇതൊക്കെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരും. ഓക്കെ. സോ ഐ കളറിൻ്റെ ഓരോരുത്തർക്കും ഓരോ വാല്യൂ ആയിരിക്കും. സോ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, പീപ്പിൾ അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്, പേഴ്സൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ആ പേഴ്സൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചാൽ അതിനിപ്പോൾ ഞാൻ പേഴ്സണാണ്, നീ പേഴ്സണാണ്, അങ്ങനെ പലരും പേഴ്സൺസ് ആണ് അല്ലേ. സോ അങ്ങനെ പേഴ്സൺ ആകുമ്പം ഓരോ പേഴ്സണും അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടേതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. അവരുടെ ഐ കളറും അവരുടെ ജോബ് ടൈറ്റിലും അവരുടെ ആട്രിബ്യൂട്ട്സൊക്കെ വ്യത്യസ്തമായിരിക്കും, റൈറ്റ്. ബിഹേവിയർ സോ ഞാൻ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിന് നമ്മളെ റിയൽ വേൾഡിൽ കാണുന്ന എല്ലാ ഒബ്ജക്ട്സിനും ആട്രിബ്യൂട്ട്സും ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. സോ റിയൽ വേൾഡിൽ ആയിട്ട് കൂടുതൽ സാമ്യമുള്ള പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. റിയൽ വേൾഡിൽ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും എളുപ്പമാണ്, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനും എളുപ്പമാണ്, റൈറ്റ്. സോ ബിഹേവിയർ, ഒരു ഒബ്ജക്റ്റിന് ആട്രിബ്യൂട്ട്സും ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. ബിഹേവിയർ ഇസ് സംതിങ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഡസ് ഇൻ റെസ്പോൺസ് ടു സം സ്റ്റിമുലസ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് തരുന്നത്, ഇതൊക്കെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഇഫ് യു ആസ്ക് യുവർ ബോസ് ഫോർ എ റേസ്, ഷി വിൽ ജനറലി സേ യെസ് ഓർ നോ. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സാലറി ഹൈക്കൊക്കെ തരണമെന്ന് നമ്മളെ ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താണെങ്കിൽ യെസ് ഓർ നോ എന്തെങ്കിലും രീതിയിലാണ് റിപ്ലൈ ചെയ്യുക. ഇഫ് യു അപ്ലൈ ദ ബ്രേക്സ് ഇൻ എ കാർ ഇറ്റ് വിൽ ജനറലി സ്റ്റോപ്പ്, അല്ലേ. നമ്മൾ ഓരോ റിക്വസ്റ്റിന് റെസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് തരും ഒബ്ജക്റ്റ്. സോ ബിഹേവിയർ ഇസ് ലൈക്ക് എ ഫംഗ്ഷൻ. ബിഹേവിയർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ പോലെയാണ്. ഓക്കെ. സോ നമ്മളൊരു ഫംഗ്ഷനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കും, ആ ഫംഗ്ഷൻ അത് നമുക്ക് ചെയ്തു തരും. സോ ഫംഗ്ഷൻ മാത്രമല്ല, ബിഹേവിയർ മാത്രമല്ല ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുക റിയൽ വേൾഡിൽ. അതിൽ ഡേറ്റ ഉണ്ടാവും, ആട്രിബ്യൂട്ട്സും ഡേറ്റ ഉണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും. ഡേറ്റ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ്, ബിഹേവിയർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചിലോട്ട് പോകുന്നത്. സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിന് രണ്ട് പ്രോബ്ലംസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡേറ്റാൻ്റെ പ്രോബ്ലമാണ്. ഗ്ലോബൽ ഡേറ്റ വരുമ്പം അത് മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. ഒരു ഗ്ലോബൽ ഡേറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വന്നാൽ, മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സോഴ്സ് കോഡിൽ മോഡിഫിക്കേഷൻ, ഗ്ലോബൽ ഡേറ്റയെല്ലാം നമ്മൾ നേരത്തെ ദിസ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. 5 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 ഡിജിറ്റ്സ് ഷോർട്ട് ഡേറ്റ ടൈപ്പ് വെച്ച് ഹാൻഡിൽ ചെയ്ത ഒരു പ്രൊഡക്റ്റ് കോഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഐറ്റം. ഇറ്റ്സ് എ ഗ്ലോബൽ ഡേറ്റ വിച്ച് ഇസ് യൂസ്ഡ് അക്രോസ് മെനി ഫങ്ഷൻസ്. അത് ഷോർട്ട് ഡേറ്റ മാറിയിട്ട് ലോങ് ഡേറ്റയായി, അതായത് 12 ഡിജിറ്റ്സ് ആക്കി മാറ്റി. അങ്ങനെ ആകുമ്പം ഷോർട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് മാറ്റി ലോങ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ആക്കണം. സോ അത് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിലൊക്കെ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി മാറ്റണം. അത് ഷോർട്ടായിട്ടാണ് ഇത്രയും കാലം ഡീൽ ചെയ്തത്, അതിനെ ലോങ്ങിലോട്ട് മാറ്റണം. ഓക്കെ. സോ അങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഫങ്ഷൻസിലും പോയി നമ്മൾ തപ്പി കണ്ടുപിടിക്കണം ഇത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. സോ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രോഗ്രാം ഡെവലപ്പറിൻ്റെ ആസ്പെക്റ്റിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എറേഴ്സ് വരാൻ കൂടുതൽ സാധ്യതകളുണ്ട്. പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ റിയൽ വേൾഡ് മോഡലിംഗ് ഇല്ല എന്നുള്ളതാണ്. പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റിയൽ വേൾഡ് ഒബ്ജക്ട്സ് എല്ലാം അവിടെ കാണിക്കുന്നത്. റിയൽ വേൾഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങളുണ്ടാവും, ആട്രിബ്യൂട്ട് ഉണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും. പക്ഷേ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ ബിഹേവിയർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ. സോ നമ്മൾ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോർ ദ ടൈം ബീയിങ് ഐ വിൽ സ്റ്റോപ്പ് ഓവർ ഹിയർ.